നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. റെഡി കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു. പെണ്ണിനെ കൂട്ടാൻ ആൾക്കാർ ഇപ്പൊ വരും. അമ്മ മോളെന്ന് കാണട്ടെ. നീ എന്താ ഈ വേഷത്തില്? അത് കളിക്കാൻ നിങ്ങള് വരും കതിർ മണ്ഡപത്തിലേക്ക് കയറി കഴിഞ്ഞു. ദേ മക്കളെ, ഈ പുതിയ കല്യാണങ്ങൾക്ക് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ തമാശകൾ നടക്കാറുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. പ്രിയങ്ക വിളിക്കേ. എന്ത് ഭ്രാന്താ നിങ്ങളെ കാണിച്ചിരിക്കുന്നേ? പ്രിയങ്ക ഇവിടെ ഇല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? എന്താ മോളെ നീ ഒന്നും പറയാതെ? നീ ഇവിടെയുള്ള വിശ്വാസത്തിലല്ലേ അച്ഛനും അമ്മയും അവിടെ നിന്നിരുന്നേ? എന്റെ ഈശ്വര, എന്റെ തല കറങ്ങുക. നിങ്ങളെ കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മ ഒരു സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു ഹീറോയിനായിട്ട്. അതിന്റെ പൂജ ചടങ്ങുകളുടെ കാര്യമാ ശരത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിനിമക്കാരോട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോരെ? അവർക്ക് നഷ്ടം വരുന്നതേ ലക്ഷങ്ങളാ. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താലേ അവരുടെ സിനിമയുടെ മുഴുവൻ ചെലവ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാനുണ്ടോ നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ? ചേച്ചിക്ക് ഇപ്പൊ എന്താ കാണണ്ടേ? മാനക്കേട് കൊണ്ട് അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ചാവുന്നതാണോ? അത് ഞാൻ ഇതിനകത്ത് തൂങ്ങി ചാവുന്നതാണോ? എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താ സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ആഭരണങ്ങളും വേഷമൊക്കെ അണിഞ്ഞ് ചേച്ചി സ്റ്റേജിൽ ഇരിക്കണം. അവൾ ഇറങ്ങി പോന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലെന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് സമ്മതിക്കേണ്ടി വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ഈ വേഷത്തിന് നീ ആ മണ്ഡപത്തിലെ ചെന്ന് നിന്നാ കഴിഞ്ഞില്ല. ഇന്നിവിടുന്ന് ദേവനാരായണനും കുടുംബത്തിനും അഭിമാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇത്രയും വലിയൊരു കുടുംബത്തിനെ ചതിച്ചിട്ട് വെറുതെ വിടോ അവര് നമ്മളെ? ആന്റി, പ്രിയങ്ക പെട്ടും മിണ്ടരുത്. വിളിക്കവളെ. എനിക്ക് അവളോട് സംസാരിക്കണം. സോന, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കരുതെന്ന്. സോനയല്ല, മുത്തശ്ശിയാ. മുത്തശ്ശി, നീ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ട. 5 മിനിറ്റിനുള്ളിൽ നീ ഹാളിൽ എത്തിയിരിക്കണം. കേട്ടല്ലോ? സോറി മുത്തശ്ശി, എനിക്കിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല.
ഇറങ്ങാൻ പറ്റില്ലെന്നോ? എടി, കല്യാണത്തിന്റെ മുഹൂർത്തമായി, പൂജകൾ തീരാറായി, ഇനി താലികെട്ട് മാത്രമേ ഉള്ളൂ. മുത്തശ്ശി, എന്തെങ്കിലും ചെയ്യണം. അല്പം കഴിഞ്ഞിട്ടല്ലാതെ എനിക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല. കല്യാണം മാറ്റി വെച്ചാലും സാരമില്ല. പ്രിയങ്കേ, എന്ത് പറഞ്ഞമ്മേ? വിവാഹം മാറ്റിവെക്കാൻ അവള് പറഞ്ഞത്. അവള് വരില്ല. പെൺകുട്ടിയെത്താൻ തടസ്സം എന്താ? ഹേയ്, തടസ്സമൊന്നുമില്ല. കണ്ടില്ലേ, കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുന്നു. എന്നാ കൂട്ടിക്കോളൂ. ഓ, വന്നോട്ടാ, വാ. ആ, എല്ലാരും തിരിഞ്ഞു വന്നു. എന്താ? അമ്മേ, അദ്ദേഹം താലെടുത്ത കുട്ടികളും ഇങ്ങോട്ട് എത്താറായി. കല്യാണ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോവാൻ. അമ്മ, അച്ഛനോട് എപ്പോഴെങ്കിലും സത്യങ്ങൾ പറ. അല്ലെങ്കിൽ ഇത് കേട്ടാ പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അതിപ്പോ ഞാൻ എന്ത് പറയാനാ? യശോദേ, വാതിൽ തുറക്ക. മോളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി. വാതിൽ തുറക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.